നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സിംഹത്തിന്റെയും എലിയുടെയും കഥ പഠിച്ചാലോ? സ്റ്റോറി ഓഫ് ലയൺ ആൻഡ് ദ മൗസ്. സിംഹസ്യ മൂഷകസ്യ ച കഥ. ഏകസ്മിൻ വനസ്യ ഗുഹേ ഏകഃ സിംഹഃ പ്രതിവസതി സ്മ. ഒരിക്കൽ ഒരു കാട്ടിന്റെ ഗുഹയിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. സിംഹഃ സുപ്തഃ ആസീത്. ആ സിംഹം ഉറങ്ങുകയായിരുന്നു. തത്ര മൂഷകഃ ആഗതഃ. അവിടെ ഒരു എലി വന്നു. മൂഷകഃ സിംഹസ്യ ഉപരി ക്രീഡിതും ആരബ്ധവാൻ. ആ എലി സിംഹത്തിന്റെ മുകളിൽ കയറി കളിക്കാൻ തുടങ്ങി. സിംഹഃ ഗർജനേന ജാഗൃത്യ മൂഷകം ഗൃഹീതവാൻ. സിംഹം ഗർജിച്ചോണ്ടെഴുന്നേറ്റ് എലിനെ പിടികൂടി. മൂഷകഃ സിംഹം യാചിതവാൻ. എലി സിംഹത്തോട് യാചിച്ചു, കൃപയാ മാം ഗച്ഛതു. ദയവ് ചെയ്ത് ഇപ്പോൾ എന്നെ പോവാൻ അനുവദിക്കൂ. ഏകസ്മിൻ ദിനെ അഹം ഭവന്തം രക്ഷാമി. ഞാൻ നിന്നെ ഒരു ദിവസം രക്ഷിക്കാം. കതിപയേഭ്യഃ ദിനേഭ്യഃ അനന്തരം സിംഹഃ ലുപ്തജാലേ ഫസിതവാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സിംഹം ഒരു വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി. സിംഹഃ വേദനായാം ഗർജിതും ആരബ്ധ. സിംഹം വേദന കാരണം ഗർജിക്കാൻ തുടങ്ങി. സിംഹസ്യ രോദനം ശ്രുത്വ മൂഷകഃ തസ്യ സമീപം ആഗതഃ. സിംഹത്തിന്റെ കരച്ചിൽ കേട്ട് എലി സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. മൂഷകഃ ദന്തൈഹി ജാലം ചിനതി സ്മ. അത് കണ്ട് എലി അവന്റെ പല്ലുകൾ ഉപയോഗിച്ച് ആ വല മുറിക്കാൻ തുടങ്ങി. സിംഹഃ മുക്തഃ അഭവത്. അങ്ങനെ സിംഹം വലയിൽ നിന്ന് മോചിതനായി. സിംഹഃ മൂഷകം ധന്യവാദം ദദവാൻ. സിംഹം എലിയോട് നന്ദി പറഞ്ഞു. കഥായാഹ നൈതികത. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം: ദയാലുഹു സർവദാ പുരസ്കൃതഃ ഭവതി. ഒരു നല്ല പ്രവൃത്തി എപ്പോഴും പ്രതിഫലം നൽകുന്നു.